ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 5th മൊഡ്യൂളിനെ പറ്റിയാണ്. അപ്പോൾ 5th മൊഡ്യൂളിലും ഫ്ലോ മെഷർമെൻറ്റിനെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നതാണ് അനിമോമീറ്റേഴ്സ്. അപ്പോൾ അനിമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഫ്ലോ റേറ്റ് ഓഫ് ഗ്യാസസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഗ്യാസസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അനിമോമീറ്റേഴ്സ് പൊതുവേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനിമോമീറ്റേഴ്സ് തന്നെ 2 ടൈപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ സിലബസിൽ 2 ടൈപ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹോട്ട് വയർ അനിമോമീറ്ററും രണ്ടാമത്തത് ഏതായിരിക്കും? ലേസർ ഡോപ്ലർ അനിമോമീറ്ററും. സോ ഫസ്റ്റ് വൺ, ഹോട്ട് വയർ അനിമോമീറ്റർ. ഇറ്റ് ഈസ് പോപ്പുലർ ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് അൺസ്റ്റഡി ഫ്ലോ ഓഫ് ഗ്യാസസ്. ഇപ്പോൾ ഗ്യാസസിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ബേസിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് വയർ സ്യൂട്ടബിളി മൗണ്ടഡ് ഇൻ ഫ്ലോയിങ് ഫ്ലൂയിഡ്സ്. അപ്പോൾ എന്താണ് ബേസിക്കലി അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്? ഒരു വയറായിരിക്കും, ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യുന്ന ഒരു വയറായിരിക്കും. അത് നമ്മൾ ഈ ഫ്ലോയിങ് ഫ്ലൂയിഡ്സിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേസിൽ എന്ത് ചെയ്യും? സ്യൂട്ടബിളി മൗണ്ട് ചെയ്ത് വെക്കും. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ദ ഹീറ്റ് ലോസ് ബൈ ദ ഹോട്ട് വയർ ആൾസോ ചേഞ്ച്. അപ്പോൾ വെലോസിറ്റി, വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോട്ട് വയറിന്ന് ഉണ്ടാവുന്ന ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും വെലോസിറ്റിയുടെ ചേഞ്ചിനനുസരിച്ച്. This relationship of loss of heat and fluid flow can be derived. The heat loss changes the temperature and as a consequence resistance of the hot wire changes. അപ്പോൾ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് തന്നെ എന്തും ചേഞ്ച് ചെയ്യും, അത് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ബേസിക്കലി 2 ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മെഷറിങ് റെസിസ്റ്റൻസ് കീപ്പിംഗ് ദ കറണ്ട് കോൺസ്റ്റൻറ്റ്. കറണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. സെക്കൻഡ് ടെക്നിക്കിൽ എന്ന് പറയുമ്പോൾ മെഷറിങ് ദ കറണ്ട് കീപ്പിംഗ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്തെടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെ ബേസിക്കലി എന്താണ് അതിൻ്റെ മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു വയറായിരിക്കും. ആ വയർ എന്ന് പറയുന്നത് ഒരു തെർമോ എലമെൻ്റ് ആയിരിക്കും. അത് മേഡപ്പ് ചെയ്തേക്കുന്നത് പ്ലാറ്റിനം വയർ കൊണ്ടാണ്. അതിൻ്റെ ഡയമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ഡയമീറ്ററാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പ് ഉണ്ടായിരിക്കും. ആ പൈപ്പിൽ സ്യൂട്ടബിളി എന്ത് ചെയ്യുന്നുണ്ട്? ആ വയർ മൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ പറഞ്ഞ് കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് എന്ത് മെഷർ ചെയ്യുന്നു? റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡാണ്. സോ അതിന് നമ്മൾ എന്തെന്ന് പറയും? കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് എന്ന് പറയും. സോ ഇൻ ദ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് ദ അനിമോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ സ്ട്രീം ഓഫ് ദ ഫ്ലൂയിഡ് ഹൂസ് ഫ്ലോ റേറ്റ് നീഡ്സ് ടു ബി മെഷേർഡ്. അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നത്? നമ്മൾ അനിമോമീറ്റർ എന്ത് ചെയ്യും? നമ്മൾ ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ആ ഒരു പ്ലേസിൽ എന്ത് ചെയ്യും? സ്യൂട്ടബിളി മൗണ്ട് ചെയ്ത് വെക്കും. ദ കറണ്ട് ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് പാസ്ഡ് ത്രൂ ദ വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അനിമോമീറ്ററാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. ഒരു വയർ പോലെ വന്നിട്ട് ഒരു ബ്രിഡ്ജ് മെഷർമെൻറ്റിൽ കാണിച്ചേക്കുകയാണ്. അപ്പോൾ കറണ്ട് നമ്മൾ സ്യൂട്ടബിളി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ആ വയറിൽ കൂടെ എന്ത് ചെയ്യും? ഹീറ്റ് വയർ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അതിൽ കൂടെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. When the wire is kept in the stream of the liquid, the heat is transferred from the wire to the fluid. അപ്പോൾ വയർ ഇതുപോലെ ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ എന്താണ് മിഡിലാണ് ഇരിക്കുന്നത്. അന്നേരം എന്ത് സംഭവിക്കും? ഹീറ്റ് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ വയർ ടു ഫ്ലൂയിഡ്. വയറിൽ നിന്ന് എങ്ങോട്ട് പോകും? ആ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ദിസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. അപ്പോൾ ഈ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ വയറിൻ്റെ റെസിസ്റ്റൻസിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇഫ് ദ ഹീറ്റ് റെഡ്യൂസസ് ദാറ്റ് മീൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ആൾസോ റെഡ്യൂസസ്. ഇപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. ദ വീസ്റ്റേൺ ബ്രിഡ്ജ് മെഷേഴ്സ് ദ വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫ്ലോ റേറ്റ് ഓഫ് ദ ലിക്വിഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വീസ്റ്റേൺ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നു? ആ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് മെഷർ ചെയ്ത് അതിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കാലിബ്രേറ്റ് ചെയ്യുന്നു. ഫ്ലോ റേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? കാലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിട്ട് വരും? ഫ്ലോ റേറ്റിന് ഈക്വലൈസ് ചെയ്ത് വരും.
അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് മെത്തേഡ്. കറൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഹീറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ ആ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും, റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണലായിരിക്കും. റെസിസ്റ്റൻസ് ഏതിന് ഈക്വൽ ആയിരിക്കും, അപ്പോൾ ഫ്ലോ റേറ്റിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ്. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് ദ വയർ ഈസ് ഹീറ്റഡ് ബൈ ദ ഇലക്ട്രിക് കറണ്ട്. ഇതിലെന്താണ് ചെയ്യുന്നത്, നമ്മൾ വയറിനെ ഹീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇലക്ട്രിക് കറണ്ട് തന്നെയായിരിക്കും. ദ ഹോട്ട് വയർ വെൻ പ്ലേസ്ഡ് ഇൻ ഫ്ലൂയിഡ് സ്ട്രീം ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ വയർ ടു ഫ്ലൂയിഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ മിഡിലിൽ ഇത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹീറ്റ് ആകും തോറും ഹീറ്റ് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ട് പോകും, ഈ വരുന്ന ഫ്ലൂയിഡിലോട്ട് ട്രാൻസ്ഫർ ആവും. ദസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വയർ ചേഞ്ചസ് വിച്ച് ആൾസോ ചേഞ്ചസ് ദെയർ റെസിസ്റ്റൻസ്. അപ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, അതനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, തടയും. അതായത് കോൺസ്റ്റൻ്റ് ആക്കി ടെമ്പറേച്ചർ എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇനിഷ്യൽ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞ കണക്ക് ദ ടോട്ടൽ കറണ്ട് റിക്വയർസ് ടു ബ്രിങ് ദ വയർ ഇൻ ദ ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു ഫ്ലോ റേറ്റ് ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കറണ്ട് കൊടുക്കുമ്പോൾ ഈ ഹോട്ട് വയറിൻ്റെ ഹീറ്റ് ചേഞ്ച്, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ ഈ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ എത്ര കറണ്ടാണോ നമുക്ക് അഡീഷണൽ ടോട്ടൽ കറണ്ട് എത്രയാണോ നമുക്ക് ഈ പഴയ കണ്ടീഷനിൽ എത്താൻ എത്ര കറണ്ട് ആവശ്യമായോ ആ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, ഫ്ലോ റേറ്റിന് നമ്മൾ ഈക്വലൈസ് ചെയ്യും. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് എന്ത്, ലേസർ ഡോപ്ലർ അനിമോമീറ്റർ. അപ്പോൾ ഹോട്ട് വയർ അനിമോമീറ്ററിൻ്റെ പെക്യുലാരിറ്റി മനസ്സിലായല്ലോ. ഇനി എന്താണ് ലേസർ ഡോപ്ലർ അനിമോമീറ്റർ? വെൻ സൗണ്ട് ഓർ ലൈറ്റ് ഈസ് ബീംഡ് ടു അറ്റ്മോസ്ഫിയർ എനി നോൺ ഹോമോജിനിറ്റീസ് ഇൻ ദ എയർ വിൽ റിഫ്ലക്ട് ദീസ് ബീംസ്. അപ്പോൾ എപ്പോഴാണോ സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഫോക്കസ് ചെയ്യുന്നത് അന്നേരം എന്ത് സംഭവിക്കും, അതിലെന്തെങ്കിലും പാർട്ടിക്കിളോ നോൺ ഹോമോജിനിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഈ ബീംസിനെ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സിലൊക്കെ. ദിസ് റിസൾട്ടിംഗ് ഡോപ്ലർ ഷിഫ്റ്റ് ഇൻ ദ റിട്ടേണിംഗ് ഫ്രീക്വൻസി ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ആസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് വിൻഡ് വെലോസിറ്റി. അപ്പോൾ അന്നേരം അവിടെ എന്ത് സംഭവിക്കും, ഒരു ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി സംഭവിക്കും, അതായത് ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലൈസ് ചെയ്യും, ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് വിൻഡ് വെലോസിറ്റി. When LDA are used, the intensity of light scattered by the reflecting particles in the air is a function of their refractive index and size. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്വാൻറ്റേജസ് ഒക്കെ നോട്ട് ചെയ്തോണം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? നോൺ ഇൻട്രൂസീവ് മെഷർമെൻറ്റ്, ഹൈ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ റെസൊല്യൂഷൻ, നോ നീഡ് ഫോർ കാലിബ്രേഷൻ, ദ എബിലിറ്റി ടു മെഷർ ഇൻ റിവേഴ്സിംഗ് ഫ്ലോ, speed of response is high, hot or corrosive fluids can be measured without problems. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടെക്നിക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ the operations of LDA utilize the Doppler effect or Doppler shift of frequency which occurs as light is dispersed from the surface of moving particles. നേരത്തെ പറഞ്ഞ പോലെ this shift in frequency of the light source is proportional to the velocity of dispersing particles. അപ്പോൾ ആ ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, നമ്മുടെ ആ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിക്ക് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻ്റർഫറൻസ് അറേഞ്ച്മെൻ്റാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. സോ an arrangement using interference between original and refracted light is used. This configuration is called a differential mode of LDA. Here, beams from the laser source intersect each other in measurement zone. In this zone, a set of interference plates or fringes are formed. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ലേസർ സോഴ്സിൽ നിന്ന് കുറച്ച് ബീംസിന് എന്ത് ചെയ്യുന്നു, ഒരു മെഷർമെൻറ്റ് സോണിലോട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യിക്കുന്നു. ആ സോണിൽ എന്ത് സംഭവിക്കുന്നു, ഈ ബീംസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോം ചെയ്യും.
അപ്പോൾ ആ ഫ്രിഞ്ചസ് തമ്മിലൊരു സ്പേസിങ് കാണും DF. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഫ്രിഞ്ച് സ്പേസ് DF. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ പാർട്ടിക്കിൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഫ്രിഞ്ച് സ്പേസിംഗ് നിന്ന് കിട്ടും. അതിനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രിഞ്ച് സ്പേസിംഗ് DF ഈക്വൽ ടു λ/2 sin θ/2. ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക ആ ഇക്വേഷൻ. When the particles pass through these plates, they generate optical frequency with flash frequencies equalizing the Doppler frequency. അപ്പോൾ ഡോപ്ലർ ഫ്രീക്വൻസിയെ നമ്മൾ അല്ലെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന FD ആയിട്ട് ഡിനോട്ട്, നമുക്ക് ഏത് വേണോ യൂസ് ചെയ്യാം, which is proportional to the velocity component. This signal is then scanned by the photo multiplier and analyzed. അപ്പോൾ ഡോപ്ലർ ഫ്രീക്വൻസി FD നമുക്ക് എങ്ങനെ എഴുതാം? T equal to 1/FD. Since velocity equals distance divided by time, the expression of velocity thus becomes, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഡോപ്ലർ ഫ്രീക്വൻസി ഉണ്ട്, ഫ്രിഞ്ച് ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി നമുക്ക് എന്തെന്ന് എഴുതാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് DF ഇൻറ്റു FD എന്ന് എഴുതാം. ടൈം എന്ന് പറയുന്നത് ഇവിടെ T ഈക്വൽ ടു 1/FD ആയതുകൊണ്ടാണ് നമ്മളവിടെ ഇൻറ്റു ആയിട്ട് വന്നത്. സോ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫ്രിഞ്ച് ഡിസ്റ്റൻസ് ഇൻറ്റു ഡോപ്ലർ ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ഒരു സ്കെമാറ്റിക്, എങ്ങനെയാണ് ആ നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുള്ള സ്കീമാറ്റിക്കാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലേസർ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്ന, ഒരു പ്രിസം വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ബീംസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു മെഷർമെൻറ്റ് സോണിൽ കൊണ്ട് അതിനെന്ത് ചെയ്യുന്നു? ഇൻ്റർഫിയർ ചെയ്യിക്കുന്നു. അന്നേരം എന്ത് സംഭവിക്കും? ഇൻ്റർഫറൻസ് പാറ്റേൺസ് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഉണ്ടാവും. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ മൾട്ടിപ്ലയറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ലേസർ ഡോപ്ലർ അനിമോമീറ്റർ. അപ്പോൾ അനിമോമീറ്റേഴ്സ് ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഫ്ലോ മീറ്ററാണ് എന്ത്? വോർട്ടെക്സ് ഫ്ലോ മീറ്റർ. അപ്പോൾ അതിൽ തന്നെ എന്താണ് വോർട്ടെക്സ് ഷെഡിങ് ഫിനോമിനൻ? കാർമാനാണ് ഈ ഒരു ഫിനോമിനൻ എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തത്. When an obstruction is placed in the path of a flowing stream, the fluid is unable to remain attached to the object on its downstream sides and will alternately separate or shed from one side and then the other. അപ്പോൾ പുള്ളി എന്താണ് ഡിസ്കവർ ചെയ്തത്? എപ്പോഴാണോ നമ്മുടെ ഒരു പാത്ത്, ഒരു ഫ്ലോയിങ് സ്ട്രീം പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു പാത്തിൽ നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടുകയാണെങ്കിൽ, പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ദ ഫ്ലൂയിഡ് ഈസ് അണേബിൾ ടു റിമെയിൻ അറ്റാച്ച്ഡ് ടു ദ ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു ഫ്ലൂയിഡിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, ആൾട്ടർനേറ്റ്ലി സെപ്പറേറ്റ് ചെയ്യും. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിൽ ഇങ്ങനെ ആൾട്ടർനേറ്റ്ലി, ആ ഒരു ഫിഗർ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോർട്ടെക്സ് ഷെഡിങ് എന്ന് പറയുന്നത്. The slow moving fluid in the boundary layer on the bluff body becomes detached on the downstream side and rolls into eddies and vortices. അന്നേരം ഈ സ്ലോ മൂവിങ് ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ആ ബൗണ്ടറി ലെയറിൽ എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് ഇത് ഇങ്ങനെ വട്ടം പോലെ റോളായിട്ട്, അല്ലെങ്കിൽ വോർട്ടിസസ് ആയിട്ട്, അല്ലെങ്കിൽ എഡീസ് ആയിട്ട് എന്ത് ചെയ്യും? കാണപ്പെടും. ഇങ്ങനെ ചുറ്റി കണ്ടോ? ഒരു സ്പൈറൽ പോലെ കാണുന്നുണ്ടോ? അതിനെയാണ് വോർട്ടിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചുഴി പോലെ എന്ത് ചെയ്യും? റൗണ്ടായിട്ട് എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്ത് പോകും ഒബ്ജക്റ്റിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഫിനോമിനാണ് എന്ത്? വോർട്ടെക്സ് ഷെഡിങ് ഫിനോമിനൻ. Karman also noticed that the distance between the shared vortices is constant regardless of the flow velocity. അപ്പോൾ ഈ വരുന്ന വെലോസിറ്റി, ഫ്ലോയിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ആ കാണപ്പെടുന്ന ആ ഒരു ഷെഡ് ചെയ്യുന്ന വോർട്ടിസ് എന്ന് പറയുന്ന അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞ ആൾട്ടർനേറ്റ്ലി ഇതെന്ത് ചെയ്യുന്നുണ്ട്? വോർട്ടിസസ് ഷെഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ്, ഈ വോർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും.
and the intervals between the vortices is constant and it is only a function of diameter of the flagpole. അപ്പോൾ പുള്ളി കണ്ടുപിടിച്ചത് എന്താണ്, ഈ ഇൻ്റർവേഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും, അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഈ വോർട്ടിസസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫങ്ഷൻ ആയിരിക്കും, ഡയമീറ്റർ ഓഫ് ദ ഫ്ലാഗ് പോൾ ഡി. അപ്പോൾ ഡയമീറ്ററിൻ്റെ എന്ത് ആയിരിക്കും, ഫങ്ഷൻ ആയിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ, അതായത് നമ്മൾ ഇടുന്ന ആ ബ്ലഫ് ബോഡി അല്ലെങ്കിൽ നമുക്ക് ഫ്ലാഗ് പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററിന് എന്തായിരിക്കും ഡയമീറ്ററിൻ്റെ ഫങ്ഷൻ ആയിരിക്കും. Therefore, the faster the wind, the faster the vortices are formed. അപ്പോൾ എപ്പോഴാണോ ഈ വിൻഡിൻ്റെ സ്പീഡ് കൂടുന്നത്, അന്നേരം ഈ വോർട്ടിസസ് സ്പീഡിലി എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആൻഡ് ദ ഫാസ്റ്റർ ദ ഫ്ലാഗ് ഷട്ടേഴ്സ് ആസ് എ കോൺസിക്വൻസ് ബട്ട് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പോൾ വിൻഡ് ഫാസ്റ്റ് ആകുമ്പോൾ ഈ വോർട്ടിസസ് ഷെഡ് ചെയ്യുന്ന ആ റേറ്റും എന്തായിരിക്കും, സ്പീഡി ആയിട്ട് നടക്കും. അപ്പോൾ ഇതൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പിലൂടെ എന്ത് വരുന്നുണ്ട്, ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റൗണ്ട് സാധനം ഇട്ടേക്കുന്നുണ്ട്, അതാണ് ഒരു ബ്ലഫ് ബോഡി, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഫ്ലാഗ് പോളെന്ന് എന്തെങ്കിലും പറയാം. അപ്പോൾ അവിടെ നിന്ന് ഈ വരുന്ന ഫ്ലൂയിഡ് കണ്ടോ, ആരോ അതിന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അത് വോർട്ടിസസ് ആയിട്ട് പോവുകയാണ്. ഇഫ് വൺ നോസ് ദ vortex shedder width and has a detector that is sensitive enough to count the vortices and determine the vortex frequency, then one can measure the flow velocity by using the equation flow velocity is equal to fd divided by 0.17. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, k ഇൻറ്റു എഫ് ഡി എന്ന് എഴുതാം. ഈ k എന്ന് പറയുന്നത് 1/st ആയിരിക്കും. st എന്ന് പറയുന്നത് സ്ട്രോ ഹോൾ നമ്പറാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിവിടെ അതിനെന്തെന്ന് പറയും, k = 1/st. കെയുടെ വാല്യൂ എന്തായിട്ട് എടുത്തു, 1/0.17 ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ എസ് ടിയുടെ വാല്യൂ എന്താണ്, 0.17 ആയിട്ട് എടുത്തു. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, സ്ട്രോ ഹോൾ നമ്പർ. അപ്പോൾ നമുക്ക് ഈ വോർട്ടെക്സ് ഷെഡർ വിഡ്ത്ത് അറിയാം, അതുപോലെ നമ്മുടെ ഫ്രീക്വൻസി, ഈ വോർട്ടെക്സിൻ്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ നമുക്ക് ഫ്ലോ വെലോസിറ്റിയെ എങ്ങനെ റിലേറ്റ് ചെയ്യാം, എഫ് ഡി ഡിവൈഡ് ബൈ 0.17 റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വോർട്ടെക്സ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിറ്റക്ടറിൻ്റെ ആവശ്യമുണ്ട്, വോർട്ടിസസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിറ്റക്ടറിൻ്റെ ആവശ്യമുണ്ട്. ദ ഡിറ്റക്ടർ, അപ്പോൾ പറഞ്ഞ് നമുക്ക് ഈ ഫ്രീക്വൻസി കൗണ്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഡിറ്റക്ടർ വേണം. ആസ് എ വോർട്ടെക്സ് ഈസ് ഷെഡ് ഫ്രം വൺ സൈഡ് ഓഫ് ദ ബ്ലഫ് ബോഡി, the fluid velocity on that side increases and pressure decreases. അപ്പോൾ എപ്പോഴാണ് വോർട്ടെക്സ് എന്ത് ചെയ്യുന്നത്, ഒരു സൈഡിൽ നിന്ന്, ബ്ലഫ് ബോഡിയുടെ ഒരു സൈഡിൽ നിന്ന് ഷെഡ് ചെയ്യുന്നത്, അന്നേരം ആ സൈഡിലുള്ള ഫ്ലൂയിഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയും പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ദ വെലോസിറ്റി ഡിക്രീസസ് ആൻഡ് ദ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് സംഭവിക്കും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയും പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അന്നേരം ദർ വിൽ ബി എ നെറ്റ് പ്രഷർ ചേഞ്ച് അക്രോസ് ദ ബ്ലഫ് ബോഡി. അപ്പോൾ ആ ബ്ലഫ് ബോഡിയുടെ അക്രോസ് ആയിട്ട് അവിടെ ഒരു നെറ്റ് പ്രഷർ ചേഞ്ച് ഉണ്ടാകും. ദ എൻറ്റയർ എഫക്റ്റ് ഈസ് ദെൻ റിവേഴ്സ് ആസ് ദ നെക്സ്റ്റ് വോർട്ടെക്സ് ഈസ് ഷെഡ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ എഫക്റ്റ് പിന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുകയും റിവേഴ്സ് ചെയ്യുകയും ചെയ്യും, അടുത്ത വോർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഷെഡ് ചെയ്യുമ്പോൾ. Consequently, the velocity and pressure distribution adjacent to the bluff body change at the same frequency as the vortex shedding frequency changes. അപ്പോൾ ഈ വെലോസിറ്റി പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരേ ഫ്രീക്വൻസിയിലായിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഏത് ഫ്രീക്വൻസി, ഇറ്റ് ഹാസ് ദ സെയിം ഫ്രീക്വൻസി ഓഫ് ദ വോർട്ടെക്സ് ഷെഡിങ് ഫ്രീക്വൻസി. അപ്പോൾ വേരിയസ് ഡിറ്റക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും കൊടുത്തിട്ടുണ്ട്. ഓസിലേറ്റിംഗ് ഫ്ലോ, അതുപോലെ ഓസിലേറ്റിംഗ് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഫ്രീ വോർട്ടിസ്. അപ്പോൾ ഇതുപോലുള്ള പല ക്വാണ്ടിറ്റീസ് നമുക്കൊരു ഡിറ്റക്ടർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിറ്റക്ടറാണ് ദ മെയിൻ കമ്പോണൻറ്റ് ഇൻ വോർട്ടെക്സ് ഫ്ലോമീറ്റർ. അപ്പോൾ ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എയ്തർ നമുക്കൊരു ഹീറ്റഡ് തെർമിസ്റ്റർ എലമെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു സ്പെറിക്കൽ മാഗ്നറ്റിക് ഷട്ടിൽ യൂസ് ചെയ്യാം. അതിൽ നമുക്ക് ഇൻഡക്റ്റീവ്ലി എന്ത് ചെയ്യും, ആ ഷട്ടിലിൻ്റെ മൂവ്മെൻറ്റ് മെഷർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം,
ഒരു തെർമിസ്റ്റർ എലമെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഡിറ്റക്ടേഴ്സ് പ്രഷറിന് സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസ് ഡയഫ്രംസ് അല്ലെങ്കിൽ വെയിൻസ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഡിറ്റക്ടേഴ്സ് തന്നെ നമുക്ക് പല മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? പല പ്രിൻസിപ്പിൾ അതിൽ യൂസ് ചെയ്യാം. ഒന്നീ തെർമിസ്റ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യുന്ന അതുപോലുള്ള ഡിവൈസസ് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം ഡിറ്റക്ടറിൽ. ഇപ്പോൾ ഏർലിയസ്റ്റ് ഡിറ്റക്ടർ ഡിസൈൻസ് എന്ന് പറയുന്നത് പ്ലഗിങ്ങിന് ഹൈലി സെൻസിറ്റീവ് ആയിരുന്നു. അതുപോലെ നമുക്ക് എപ്പോഴും മെയിൻ്റനൻസ് എന്ത് ചെയ്യേണ്ടി റിക്വയർഡ് ഫ്രീക്വൻറ്റ് മെയിൻ്റനൻസിൻ്റെ ആവശ്യം വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഏർലിയസ്റ്റ് ഡിറ്റക്ടർ ഡിസൈൻ. അപ്പോൾ കണ്ടോ, ഒരു ട്യൂബ് ഉണ്ടായിരിക്കും, അതിൽ ഫ്ലോ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലഫ് ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിറ്റക്ടറിൽ അത് തന്നെയാണ് ആ ഡിറ്റക്ടറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സെൻസർ വയ്ക്കുന്നുണ്ട്. ഒന്നീ നമുക്ക് തെർമിസ്റ്റർ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മാഗ്നറ്റിക് എന്തെങ്കിലും സംഭവം, മാഗ്നറ്റിക് പിക്കപ്പ് എന്തെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലഗിങ്ങിന് ഹൈലി സെൻസിറ്റീവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസും കൂടെ ആവശ്യമായിട്ട് വന്നു. ഇത് പിന്നെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? പ്ലഗിങ് ഒന്നും പറ്റാത്ത ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിസൈൻ ഇംപ്രൂവ് ചെയ്ത് വന്നു. അതാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ടോ? 2 ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നിലെന്ന് പറയുന്നത് ഫിക്സഡ് വോർട്ടെക്സ് ജനറേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ വേർലിംഗ് ആ ഒരു വോർട്ടെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡിറ്റക്ടറിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? സ്ട്രെയിൻ ഗേജ് ഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ആരോ ഇട്ട് എഴുതിക്കുന്നത് സ്ട്രെയിൻ ഗേജ്. നെക്സ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ സ്ട്രെയിൻ ഗേജ് ആണ് കൊടുത്തതെങ്കിൽ അടുത്തതിൽ എന്താണ് ചെയ്യുന്നത്? ഒരു വോർട്ടെക്സ് ജനറേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ആ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാസോണിക് ഡിവൈസാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഘടിപ്പിച്ചേക്കുന്നത്. അതായത് ഒരു അൾട്രാസോണിക് ട്രാൻസ്മിറ്ററും റിസീവറും കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫോം ചെയ്യുന്ന വോർട്ടിസസിൻ്റെ ഫ്രീക്വൻസി എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്ത് എടുക്കുന്നുണ്ട്. 2 ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട് വോർട്ടെക്സ് ഫ്ലോ മീറ്റേഴ്സിൻ്റെ. അപ്പോൾ ഒരു 3-4 അഡ്വാൻറ്റേജസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ ലീനിയർ ഔട്ട്പുട്ട് സിഗ്നൽ വിത്തൗട്ട് ദ യൂസ് ഫോർ സെപ്പറേറ്റ് ട്രാൻസ്മിറ്റേഴ്സ് ഓർ കൺവേർട്ടർ, സിംപ്ലിഫൈങ് ദ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഇൻസ്റ്റാളേഷനാണ്. നമുക്ക് സെപ്പറേറ്റ് ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല. മീറ്റർ ആക്യുറസി ഈസ് ഗുഡ്. ആക്യുറസി വളരെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഗുഡായിരിക്കും. പിന്നെ ഇൻസ്റ്റാൾഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, കാരണം എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ തന്നെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസിൻ്റെ ആവശ്യം ഇല്ല. അതുപോലെ ഇതൊരു ഫ്രീക്വൻസി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്താണ്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു ഡിവൈസിന് ഉണ്ടാകുന്നതല്ല. അതുപോലെ ഇതിന് മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി ആയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത്രയാണ് പൊതുവെ എന്തിനെ പറ്റിയുള്ളത്? വോർട്ടെക്സ് ഫ്ലോ മീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. അതായത് ഒരു ഫ്ലോയുടെ ഇടയ്ക്ക് നമ്മളൊരു ബ്ലഫ് ബോഡി കൊണ്ടിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒബ്ജക്റ്റുമായിട്ട് ആ ഫ്ലോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയി സിംപ്ലി വോർട്ടിസസ് ഫോം ചെയ്യും. അഡ്ജസൻ്റ് ആയിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? വോർട്ടിസസ് ഫോം ചെയ്യും. ഈ ഷെഡ് ചെയ്യുന്ന വോർട്ടിസസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയുകയും ഈ ഷെഡ് ചെയ്യുന്ന വോർട്ടിസസിൻ്റെ ഫ്രീക്വൻസി അറിയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലോ വെലോസിറ്റി എന്ത് ചെയ്യാം? ഈസിലി ഡിറ്റർമിൻ ചെയ്യാം. ആ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് പല ടൈപ്സ് ആവാം. തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിസൈൻസ് യൂസ് ചെയ്യാം. അതുപോലെ ഡയഫ്രംസ് വേണമെങ്കിൽ അങ്ങനെയുള്ള
ഏത് ഡിറ്റക്ടർ ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബെയ്ലി വോർട്ടെക്സ് ഫ്ലോ മീറ്ററും അതിൻ്റെ അഡ്വാൻറ്റേജസും.